നല്ലൊരു ബീഫ് വരട്ടിയതാണ് ഇന്നത്തെ റെസിപ്പി. 1/2 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർത്തതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒട്ടും വെള്ളമില്ലാതെ കുക്കറിൽ വേവിച്ചെടുക്കണം. ആദ്യത്തെ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള ഒരു 3 മുതൽ 6 വരെ വിസിൽ ചെറിയ ഫ്ലെയിമിലും ഇട്ടിട്ട് ബീഫ് നന്നായി വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറിയ കഷ്ണം പട്ട, 4-5 ഏലക്ക, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്കൊരു 30 മുതൽ 40 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിക്കൊന്നും വേണ്ട, തൊലി കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. 10 മുതൽ 20 വരെ വെളുത്തുള്ളി ചേർക്കാം. 2 മുതൽ 3 വരെ ഇഞ്ച് കനത്തിൽ ഇഞ്ചി ചേർക്കാം. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. 4-5 വറ്റൽമുളക് ചേർക്കാം. 2 തക്കാളി ചെറുതായി മുറിച്ചത് ചേർക്കാം. കൂടെ തന്നെ ഒരു 2 തണ്ട് ബേ ലീവ്സ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റി ഒരു പച്ച സ്മെല്ലെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്, ഒരിക്കലും മധുരമൊന്നും ഉണ്ടാവില്ല. ചേർത്ത് കൊടുത്ത പൊടികളും നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇത് അടിച്ചെടുക്കാം. ഇനി അതേ പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇറച്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇറച്ചിയിലേക്ക് ആ ഒരു മസാല പിടിക്കുന്നിടം വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് നേരം കഴിയുന്തോറും അത് നന്നായി ഒന്ന് റോസ്റ്റായി മസാല പിടിച്ച് ഒരു റോസ്റ്റ് പരുവത്തിലേക്ക് എത്തും. ഇനി കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി ഡ്രൈ ആക്കി എടുത്താൽ ഒരു ബീഫ് ഫ്രൈ ആയിട്ടും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.